അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മിഹ്റാബ് ഗ്രൂപ്പിലെ ഉസ്താദുമാരെ, ഒരു വിഷമകരമായൊരു വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് വിഷമമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഇത് ദുരന്തപൂർണമായി നമ്മുടെ മഹല്ലുകളിലൊക്കെ നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ റമദാന് മുമ്പ് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തിരുന്നൊരു ടിക്കറ്റിൽ ഞങ്ങളൊരു 10-25 പേര് യാത്ര ചെയ്തിരുന്നു. ആ യാത്ര ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വോട്ടർമാരുണ്ട്, അല്ലാത്തവർ കുട്ടികളായിട്ടാണ് കൂടുതലുണ്ടായിരുന്നത്, വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഒരു മഹലിൽ നിന്നൊരു 6 പേരുണ്ടായിരുന്നു. ആ 6 പേരിൽ 2 ആളുകൾക്ക് വോട്ടും കൂടി ഇല്ല. അങ്ങനത്തെ ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു യാത്രയിലായിരുന്നു. ഞാൻ പുതിയങ്ങാടിയിലെ പുതിയ വളപ്പിലെ ഖത്തീബായിട്ട് 20 വർഷത്തോളമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് ഇന്ന് ഞാൻ മെഹ്റാബിലേക്ക് മിമ്പർമേലേക്ക് കയറാൻ വേണ്ടി മുക്കരി മാഷർ വിളിച്ച് കയറുന്നതിൻ്റെ ഇടയിൽ അവിടെയുള്ള ഒരു ലീഗിൻ്റെ വലിയ ഒരു ആൾ അവിടെ വെച്ചുകൊണ്ട്, ഖത്തീബെ നിങ്ങൾ സ്റ്റേജ് കയറാൻ മിമ്പർമ കയറാൻ പറ്റൂല, നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉംറക്ക് പോയ ആളാണ് എന്ന് പറഞ്ഞിട്ട് വിടൂല എന്ന് പറഞ്ഞിട്ട് എന്താക്കി, അവിടെ വെച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ നിന്നപ്പോൾ ഞാൻ ഈ മറ്റുള്ള ആളുകളുടെ നിസ്കാരം ഭയപ്പെട്ടത് കൊണ്ട് ഞാൻ നേരെ മിമ്പർമൽ കയറി ഖുതുബ ഓതി നിസ്കാരം കഴിഞ്ഞു. ഈ പ്രദേശത്തുണ്ടായിരുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഗൗരവമായിട്ട് സംസാരിച്ചു. കാരണം RSSകാർ പോലും നിസ്കാരം മുടക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് വരാറില്ല. പക്ഷേ ഞാൻ സാധാ ഒറിജിനൽ മുസ്ലിം ലീഗുകാരനാണ്. പണ്ട് മുതലേ മുസ്ലിം ലീഗിൻ്റെ ശാഖയിലും അതുപോലെ തന്നെ പഞ്ചായത്തിലുമൊക്കെ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ തന്നെയാണ്. വോട്ട് ലിസ്റ്റ് ചേർക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിലും സജീവമായിട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. അതുപോലെ തന്നെ KMCCയുടെയും അതുപോലെ മറ്റുള്ള റിലീഫ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എപ്പോഴും നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവനും, വർഷങ്ങളോളമായി ചന്ദ്രികാ പത്രം എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു. പിന്നീട് സുപ്രഭാതം വന്നതിന് ശേഷം ചന്ദ്രികാ പത്രം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയും സുപ്രഭാതവും ഒരുപാട് കാലം ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇപ്പോഴും അൽഹംദുലില്ലാ ഇന്ന് ഞാൻ എൻ്റെ മഹലിൽ നിന്ന് ഞാൻ 20 വർഷത്തോ സേവനത്തിൻ്റെ ഇടയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പറയാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നോട് ഈ ഒരു സാമൂഹിക മധ്യത്തിനിടയിൽ ഈ ഒരു വിഷയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് അവിടെ നിന്ന് രാജിവെച്ചിട്ട് നിങ്ങളോട് സലാം പറഞ്ഞിട്ട് എന്താക്കിയിട്ടുണ്ട്, ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഈ വിഷയം പറയുന്നു പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലിയുടെ വിഷയങ്ങളൊന്നും ഒരു വിഷയമേ അല്ല. കാരണം ഞാൻ ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമേ പോവാറുള്ളൂ. അവിടെ ചെറിയ ശമ്പളമാണ് കിട്ടാറുള്ളത്. ചിലപ്പോൾ എൻ്റെ കാറിൻ്റെ എണ്ണ അടിച്ച പൈസ പോലും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കാലയളവുകളിൽ അവരിൽ നിന്ന് ഒരു അനധികൃതമായിട്ടുള്ള ഒരു ഫണ്ടും ഞാൻ പിരിച്ചിട്ടോ അല്ലെങ്കിൽ സഹായ അഭ്യർത്ഥനകളോ മറ്റോ ഒന്നും നടത്തിയിട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് സമയത്തും ഇറങ്ങി വരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നവൻ തന്നെയാണ്. പക്ഷേ ഇതുപോലെ പാവപ്പെട്ട ഒരുപാട് ഉസ്താദുമാർക്ക് നേരെ ഇങ്ങനെയുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ചില ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ആഴ്ചകളായി എന്നെ അവിടെ നിന്ന് പിന്തുടരാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആളുകൾ ചർച്ച നടത്തിയെന്നും, അതുപോലെ തന്നെ ഈ 20 വർഷം വരെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ റമദാനിൽ ഉൾപ്പെടെ മുഴുവൻ ദിവസവും എൻ്റെ കൂടെ പിന്നിൽ നിന്ന ആളുകൾ തന്നെ അവസാനം വോട്ടിങ്ങിന് ശേഷം എൻ്റെ തുടരാൻ പറ്റൂല എന്നും, അതുപോലെ തന്നെ ഇയാൾ നിൽക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് ഇന്ന് 1ാമത്തെ സഫിൽ വന്ന് നിൽക്കുകയും അവസാനം ഇവൻ ജമാഅത്തിന് സമയത്ത് അവൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ ഖുതുബക്ക് നിന്നിട്ടുമില്ല, അവൻ നിസ്കരിച്ചോ ഇല്ലെന്ന് നമുക്കറിയില്ല. അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. സത്യത്തിൽ ഇത് ഒരു RSSകാരനാണെങ്കിൽ അവൻ ഒരിക്കലും തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആരാധന മുടക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുണ്ടാവില്ല. ഇത് ഒരു മുസ്ലിമായ ഒരു സഹോദരൻ എന്ന പേരിൽ വെച്ച് ഇതേ മനുഷ്യൻ തന്നെയാണ് തൊട്ട് മുമ്പത്തെ മാസം കേന്ദ്രത്തിലുള്ള ജമാഅത്ത് പള്ളിയിൽ വെച്ച് അവിടുത്തെ ഖത്തീബിനെയും ഇതേപോലെ മറ്റൊരു ആക്ഷേപം, കാരണം വെച്ചാൽ ഇവർക്ക് കമ്മിറ്റിക്ക് അനുയോജ്യമായ കമ്മിറ്റി വരാത്തത് എന്നുള്ള കാരണം പറഞ്ഞിട്ട് അയാളെയും അസഭ്യം പറഞ്ഞിട്ട് ഒഴിവാക്കിയെന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ സത്യത്തിൽ ഒരു ഉസ്താദുമാർക്കെതിരെ മാത്രം നിൽക്കുന്ന ഇങ്ങനത്തെ ഒരുപാട് ടീമുകൾ ഉണ്ടോ എന്നുള്ളത് ആശങ്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കാര്യത്തിലൊന്നും ആശങ്കയൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരുപാട് ഉസ്താദുമാർക്ക് ജോലിയില്ലാതാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ മഹല്ലുകളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണമെന്നും
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഗൗരവപൂർണമായൊരു പിന്തുണകൾ ഉസ്താദുമാർക്ക് ഉണ്ടാവണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പേര് അബ്ദുൽ ഹക്കീം ദാരിമി മയ്യിൽ. ഇൻഷാ അല്ലാ എല്ലാവരോടും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി സമസ്തയിൽ അടിയുറച്ചു നിൽക്കണമെന്ന് പ്രവർത്തകരോട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടേക്കാം, ആദർശം കൈവിടരുത്. ലീഗിനെതിരെ സംസാരിച്ച മദ്രസ അധ്യാപകനെ പുറത്താക്കിയ സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രതികരണം. പ്രയാസങ്ങളുണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും. അത് പല നിലക്കുള്ള പ്രയാസം, ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അതൊക്കെ പല ബുദ്ധിമുട്ടുകളോ അതിലേക്ക് ബുദ്ധിമുട്ട് പിന്നാവ് അങ്ങനെ തന്നെ വരും. റസൂൽ പറഞ്ഞത് എന്താ? റസൂലിനോട് അമ്മാ അസൽക്കും ആരെയും മിന്നല്ലുമാണ്. അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നല്ല, അത് കൂലിക്ക് വേണ്ടി ചെയ്യുന്ന പണിയല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു വിശുദ്ധമായ സംഘടനൻ്റെ, പോഷക സംഘടനൻ്റെ അനുഭാവികളാണ് നിങ്ങൾ, അതിൻ്റെ പ്രവർത്തകരാണ്, അതിൻ്റെ നേതാക്കന്മാരാണ്. ഈ ബോധം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം. ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടതെന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ടു. നിങ്ങൾക്കൊക്കെ ഇവരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു പതിവാക്കാൻ പറ്റിയൊരു ദിക്കറ്, ഞാനതിൻ്റെ ഒന്നും ആളല്ല, ഞാനതങ്ങനെ ദിക്കറൊന്നും പറയലില്ല. ഇവരൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്നാൽ നിങ്ങൾ ചില ദിക്കറുകളൊക്കെ പതിവാക്കിക്കോളിയും. നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ മേലിൽ എന്നൊരു ഫാത്തിഹ ഓതാം. ഇലാ ഹളറത്തി നബിയ്യന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖുലഫാഉൽ അർബഅത്തിൻ്റെ മേലിലൊരു ഫാത്തിഹ ഓതാം. പിന്നെ മശായിഖു തറായി കരിയക്കത്തിൻ്റെ മശായിഖന്മാർക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതാം. പ്രത്യേകിച്ച് പിന്നെ മഹാനാവുന്ന ഷെയ്ഖുനാ ശംസുലുലമൻ്റെ മേലൊരു ഫാത്തിഹ. അത് കഴിഞ്ഞ ശേഷം എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതും. അത് കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ ഒരു 70 വട്ടം ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചെല്ലാം. അല്ലെങ്കിൽ ഇനി അതൊരു ചുരുക്കി ചെല്ലണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചുരുങ്ങിയത് ഒരു 70 വട്ടെങ്കിലും ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതൊരു 33 വട്ടം സ്വലാത്തും ചെല്ലാം. കഴിയുന്ന ആളുകൾ യാ ലത്തീഫ് യാ അല്ലാഹ് ഒരു 129 വട്ടം, ഒരു 41 വട്ടം യാ ഹയ്യു യാ ഖയ്യൂം. അത് നിങ്ങൾ പതുമതി അതൊക്കെ പതിവാക്കുക. പിന്നെ എപ്പോഴും യാ ഖവിയ്യു യാ മത്തീനു കിഫി ശർറൽ വാലിമീൻ, അതും പതിവാക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരാകുമ്പോൾ പല നിലക്കുള്ള ഷെറുകളുണ്ടാവും. ഈ ഷെറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിഫാഇൻ്റെ ദിക്ർ, അത് ഹിസ്ബുൽ ബറായാലും വേണ്ടില്ല, ഹിസ്ബുൽ ബഹറായാലും വേണ്ടില്ല, ഹിസ്ബുൽ നസറായാലും വേണ്ടില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ വെറുതെ ദിഫാഇ ആയാലും വേണ്ടില്ല, അത് അതിൻ്റെ ഏടുകളിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അത് പതിവാക്കി ചെല്ലുന്നത് നല്ലതാണ്, നിർബന്ധമായി പറയല്ല. നമുക്കിപ്പോൾ എല്ലാം കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അഹബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാന, ചെയ്യുന്നത് കുറച്ച് ചെയ്താലോ സുന്നത്തായ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ രൂപം അങ്ങനെയാണ്. അതോടൊപ്പം ഇത് ഇങ്ങനത്തെ വിരുദുകളൊക്കെ പതിവാക്കി പോകുന്ന ആൾ അതില്ലാതെ മുടക്കാൻ പാടില്ല. ഒരു ദിവസം ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഖളാ കൂട്ടണം എന്നാണ് ഇമാം നബവി തങ്ങൾ വരെ പറഞ്ഞിട്ടുള്ളത്. ഒരുത്തനിക്കൊരു വിരുദുണ്ടായി, ഒരു വളീഫത്ത് എനിക്കുണ്ടായാൽ ദിവസം അവൻ പറയണത് ഒരു ദിവസം പറയാൻ കഴിഞ്ഞില്ല, അവൻ അതിനെ ഖളാ കൂട്ടണം എന്നാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ തരീഖത്തിനോട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ അതല്ല പറ്റുന്നത്. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله.
يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com.